ഭരതൻ എന്ന മലയാള സിനിമയിൽ വിസ്മയ സൃഷ്ടികൾ ഒരുക്കിയ മഹാപ്രതിഭ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 27 വർഷം. സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചിത്രസംയോജകൻ, ഗാനരചയിതാവ്, കലാസംവിധായകൻ തുടങ്ങി പല നിലകളിൽ മികവ് തെളിയിച്ച ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. കാൽനൂറ്റാണ്ട് കാലത്ത് ചലച്ചിത്ര സബരിയിൽ 40 മികവുറ്റ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് മലയാളത്തിന് ലഭിച്ചത്. പച്ചയായ ജീവിതങ്ങളുടെ സൗന്ദര്യവും നോവുമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. പ്രേക്ഷക മനസ്സിൽ പ്രണയവും ഗൃഹാതുരതയും വൈകാരിക വിക്ഷോഭങ്ങളുമെല്ലാം നിറച്ച സംവിധായകൻ, നിറക്കൂട്ടുകളും സംഗീതവും ചാലിച്ചൊരുക്കിയ സിനിമകളുടെ സൃഷ്ടാവ്. 40 ചിത്രങ്ങളുടെ ആയുസിൽ മുഴുമിപ്പിക്കാത്തൊരു ക്യാൻവാസ് പോലെ ഇന്നും മലയാളിയുടെ ഉള്ളിൽ മായാതെയുണ്ട് ഭരതൻ എഫക്റ്റ്. മലയാള സിനിമയിൽ കാൽപ്പനിക തരംഗത്തിന് തുടക്കമിട്ട സംവിധായകനാണ് ഭരതൻ. പിന്നീട് മറ്റ് പ്രശസ്ത സംവിധായകരും ഭരതന്റെ പാത പിന്തുടർന്നു. വൈശാലി, അമരം, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം, പാലങ്ങൾ, മർമരം, കാതോട് കാതോരം, ചാമരം, ഓർമ്മയ്ക്കായി, കാറ്റത്തെ കിളിക്കൂട് തുടങ്ങിയവ ഭരതൻ ടച്ച് നിറഞ്ഞു നിൽക്കുന്ന അവിസ്മരണീയ ചിത്രങ്ങളാണ്. അമ്മാവനും സംവിധായകനുമായ PN മേനോനാണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രചോദനം. PN മേനോനും വിൻസെന്റുമായിരുന്നു അദ്ദേഹത്തെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. വിൻസെന്റ് സംവിധാനം ചെയ്ത ഗന്ധർവക്ഷേത്രം എന്ന സിനിമയുടെ കലാസംവിധായകനായാണ് ആദ്യമായി പ്രവർത്തിച്ചത്. പിന്നീട് സംവിധായകനായി 1974 പത്മരാജൻ തിരക്കഥയിൽ പ്രയാണം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു ഭരതൻ സ്വതന്ത്ര സംവിധായകനായി മാറിയത്. മികച്ച പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരം പ്രയാണത്തിനായിരുന്നു. പിന്നീട് പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൽ മലയാളത്തിൽ നിരവധി മികവുറ്റ സിനിമകൾ പിറന്നു. പത്മരാജനും ഭരതനും ഒന്നിച്ചപ്പോൾ അത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായി. പത്മരാജൻ സ്വതന്ത്ര സംവിധായകനാകുന്നതിന് മുൻപ് ഇരുവരും ചേർന്ന് നിരവധി ചിത്രങ്ങൾ ഒരുക്കി. തകര, രതിനിർവേദം എന്നിവ അവയിൽ പ്രധാനമാണ്. ഭരതന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു തകര. അദ്ദേഹവും MD വാസുദേവൻ നായരും ചേർന്നുള്ള കൂട്ടുകെട്ടും മികച്ച സിനിമകൾ സമ്മാനിച്ചു. ഭരതൻ MD കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളായിരുന്നു വൈശാലിയും താഴ്വാരവും ഒക്കെ. ഭരതന്റെ സംവിധാനത്തിൽ ശിവാജി ഗണേശനും കമൽഹാസനും ഒന്നിച്ചഭിനയിച്ച ഈ ചിത്രം തമിഴിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങൾ ഒന്നാണ്. പല ഭാഷകളിലും പുനർനിർമ്മിക്കപ്പെട്ട തേവർ മകൻ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. മികച്ച ചിത്രം, സഹനടി, പിന്നണി ഗായിക, ഓഡിയോഗ്രാഫി, പ്രത്യേക ജൂറി അവാർഡ്, നടൻ എന്നീ വിഭാഗങ്ങളിൽ സിനിമയ്ക്ക് ദേശീയ അവാർഡുകൾ ലഭിച്ചു. തമിഴ്നാട് സർക്കാർ 1994 മികച്ച രണ്ടാമത്തെ ചിത്രം, നടൻ, കൊറിയോഗ്രാഫർ എന്നീ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകി. ഈ സിനിമ പ്രിയദർശൻ വിരാസത്ത് എന്ന പേരിൽ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിരുന്നു. സാവിത്രി, ഊഞ്ഞാലാടും ഉറവുകൾ, ആവാരമ്പു തുടങ്ങിയവയാണ് ഭരതൻ തമിഴിലൊരുക്കിയ മറ്റ് സിനിമകൾ. സംവിധായകന് പുറമെ ഒരു തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു അദ്ദേഹം. കൂടാതെ അദ്ദേഹത്തിന്റെ തന്നെ ഏതാനും ചിത്രങ്ങൾക്ക് വേണ്ടി ഭരതൻ ഗാനങ്ങൾ രചിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ഭരതന്റെ സംഗീത പ്രാവീണ്യത്തിന് ഉദാഹരണമാണ് കേളി എന്ന സിനിമയിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം. കൈതപ്രത്തിന്റെ ഗാനരചനയിൽ ഭരതന്റെ സംഗീതത്തിൽ KS ചിത്രയാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്. കേളിയിലെ തന്നെ ഓലേലം പാടി എന്ന ഗാനത്തിനും അദ്ദേഹം സംഗീതമൊരുക്കി. കൂടാതെ ഈണം എന്ന സിനിമയിലെ മാലയ ലേപനം, അമ്പാടിക്കുട്ട എന്നീ ഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം പകർന്നു. കാതോട് കാതോരം എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്റെ കൂടെയും അദ്ദേഹം പ്രവർത്തിച്ചു. 1946 നവംബർ 14 പാലിശ്ശേരി പരമേശ്വര മേനോന്റെയും കാർത്തിയാനി അമ്മയുടെയും മകനായി ജനിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ PN മേനോന്റെ ജ്യേഷ്ഠപുത്രൻ കൂടിയായിരുന്നു. പ്രശസ്ത നാടക ചലച്ചിത്ര നടി KPC ലളിത ഭാര്യയാണ്. നടനും സംവിധായകനുമാണ് മകൻ സിദ്ധാർത്ഥ് ഭരതൻ. 1998 ജൂലൈ 30 അദ്ദേഹം അന്തരിച്ചത്. വിട പറയുമ്പോൾ 52 വയസ്സായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ ചലനങ്ങൾ സൃഷ്ടിച്ച ഈ അതുല്യ പ്രതിഭയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് ഇന്നും കനത്ത നഷ്ടമായി തുടരുന്നു.